നമ്മുടെ ആവേശവുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് അഭിനന്ദ് കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അഭിനന്ദ്, എന്താ അവിടുത്തെ ഒരു വൈബ്? ഇന്ത്യക്ക് ഇത് മൂന്നാം ഫൈനലാണ്. കഴിഞ്ഞ 2 തവണയും കണ്ണീരണിഞ്ഞായിരുന്നു ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തവണ ഹോം ഗ്രൗണ്ടിൽ കപ്പ് ഉയർത്തിയ ദക്ഷിണാഫ്രിക്കയുമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ മടങ്ങൂ എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഇവിടെയുള്ള കായിക താരങ്ങളെല്ലാം തന്നെ ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗ്രൗണ്ടിലുള്ള കായിക താരങ്ങൾക്കൊപ്പമാണ്. പലതരത്തിലുള്ള കായിക ഇനങ്ങൾ അഭ്യസിക്കുന്ന ആളുകളാണ് ഇവർ. ഇത്തവണ വലിയ പ്രതീക്ഷയാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. ചേച്ചി, എന്തായാലും കപ്പ് ഉയർത്തുമല്ലേ? അതെ, ഇന്ത്യ ഇപ്രാവശ്യം എന്തായാലും കപ്പ് ഉയർത്തുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഓൾ ദി ബെസ്റ്റ്. എന്താ പറയാനുള്ളത്? എന്തായാലും ഇപ്രാവശ്യം നമ്മൾ തന്നെ കപ്പെടുക്കും. നല്ല പ്രതീക്ഷയിലാണ് കഴിഞ്ഞ കളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ. കഴിഞ്ഞ തവണത്തെക്കാട് ഭയങ്കര പോരാട്ടമായിരുന്നു ഈ തവണ വനിതകൾ. അപ്പം ഫൈനലിലും ആ ചൂടോടുകൂടി അവർക്ക് കളിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ തന്നെ ആയിരിക്കും കപ്പ്. ഡെഫിനറ്റ്ലി. കം ഓൺ വുമൻ. ഈ വനിതകൾക്കിടയിൽ ഒരു ചേട്ടനും കൂടി ചേർന്നുണ്ട്. ചേട്ടൻ കളി നന്നായി അറിയാം, ഓരോ മാച്ച് നന്നായിട്ട് വീക്ഷിക്കുന്ന ഒരാളായിരുന്നു. അതെ, ഒന്നാമതായിട്ട് ഓസ്ട്രേലിയയുടെ ആ ഇമ്പോർട്ടൻസ് 7 കൊല്ലം ചാമ്പ്യൻസ് ആയിരുന്നു. 7 കൊല്ലത്തിൽ ആദ്യത്തെ ഡിഫീറ്റാണ് നമ്മൾ സെമിഫൈനലിൽ ഉണ്ടായിരുന്നത്. അത് പറ്റിയത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഒരു കൂട്ടായ്മ കൊണ്ടാണ്. അപ്പോൾ ആ കൂട്ടായ്മ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം ഫൈനലിലും ആവർത്തിക്കും. ആൻഡ് ഗോഡ് വില്ലിംഗ് വി വിൽ ഡു ഇറ്റ്. ദക്ഷിണാഫ്രിക്ക തറ പറ്റിക്കുമല്ലേ? തീർച്ചയായിട്ടും ഓടി വേൾഡ് കപ്പ് ഇന്ത്യക്കുള്ളത് തന്നെ, ഫോർ ഷുവർ. ഓസ്ട്രേലിയനെ തറവരിച്ച് നമുക്ക് പിന്നെ ദക്ഷിണാഫ്രിക്കനെ തറവറ്റിക്കാൻ എന്തെങ്കിലും ഒരു ഡൗട്ടും ഇല്ല. ഓസ്ട്രേലിയ തറ പറ്റിച്ച ഇന്ത്യക്ക് ഇത്തവണ ദക്ഷിണാഫ്രിക്കയെ തറ പറ്റിക്കാൻ ഒരു പാടുമില്ല. എന്തായാലും കപ്പ് ഉയർത്തി മാത്രമേ ഹോം ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുമെന്ന് ആവർത്തിക്കുകയാണ് കോഴിക്കോട്ടെ കായിക താരങ്ങൾ. കോഴിക്കോട് നിന്നും അനൂപ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.